അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? അൽഹംദുലില്ലാ, സന്തോഷം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഖുർആൻ തജ്വീദാണ്. എന്താണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ? ഖുർആനിനെ അതിൻ്റെ ഘടനയോട് കൂടി ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരക്ഷരത്തെ പരിചയപ്പെടാൻ പോകുന്നു. ഒരക്ഷരത്തെ. ഏതാണ് അക്ഷരം? ഈ അക്ഷരം നോക്കൂ. ഇയാളുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഒരക്ഷരത്തിൻ്റെ പേര് ഹംസത്തുൽ വസ്ല്. എന്താണ്? ഹംസത്തുൽ വസ്ല് എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര്. ഈ അക്ഷരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അക്ഷരം ഒരു ആയത്തിന്റെ തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ ഇതിന് ശബ്ദം ഉണ്ടാവുള്ളൂ. ആയത്തുകളുടെ നടുക്ക് വരുമ്പോഴേ ഇതുപോലെ നടുക്ക് വരുമ്പം ഈ ഹംസത്തുൽ വസ്ലിന് എന്തില്ല? ശബ്ദമില്ല. അതവിടെ സൈലന്റ് ആണ്. അവിടെ എന്തില്ല? ശബ്ദമില്ല. ആയത്തിന്റെ തുടക്കത്തിൽ വരുമ്പോൾ മാത്രമാണ് ഹംസത്തുൽ വസ്ലിന് ശബ്ദമുള്ളൂ. ഇയാളുടെ പേരെന്താണ്? പേര് മറക്കരുത്. എന്താണ്? ഹംസത്തുൽ വസ്ല്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തജ്വീദിന്റെ നിയമവുമായിട്ട് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.